ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവളുടെ അനിയത്തി വീണ്ടും എൻ്റെ അച്ഛനെയും അമ്മയെയും തല്ലി. ഞാനൊന്ന് വേഗം വീട് വരെ പോയിട്ട് വരാം വല്യമ്മ എന്നും പറഞ്ഞ് അനാമിക പോവാണ്. ആ സമയത്ത് ദേവയാനി നയനയോട് പറയാണ്, നിന്റെ അനിയത്തി ഇത് എന്ത് ഭാവിച്ചാണ്? അവൾക്ക് SI ഒന്നും ആവണ്ടേ? ഇനി ഇത് കേസായാലോ? അപ്പോൾ ദേവയാനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇനി അടുത്ത ക്യാമ്പിനും നന്ദുവിന് പോവാൻ പറ്റാതെ വന്നാൽ എൻ്റെ നയനമോൾക്ക് തന്നെയാണ് വിഷമം ആവുന്നതെന്ന്. നയന പറയുന്നുണ്ട്, ഇത് കേസാവൊന്നും ഇല്ല, പിന്നെ മാരാർ വക്കീലിനെ പോലെയുള്ള നല്ല വക്കീല് ഉള്ളപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയാം. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അങ്കിൾ നന്മയുള്ള കൂട്ടത്തിലാണെന്ന്. അത് കേട്ട് നയന ചോദിക്കാണ്, അങ്കിളോ? മാരാർ വക്കീലുമായിട്ട് അമ്മയ്ക്ക് നല്ല അടുപ്പമാണല്ലേ? അപ്പോൾ തന്നെ ദേവയാനി പറയാണ്, അതെ, പക്ഷേ എനിക്ക് മാത്രമല്ല ഇവിടെയുള്ള എല്ലാവരും ആയി നല്ല അടുപ്പാ. കുടുംബസുഹൃത്തും കൂടിയാണ് മാരാർ വക്കീലെന്ന്. അതേസമയം നന്ദുവിനെതിരെ കേസ് കൊടുക്കാം എന്ന് അനാമിക പറയുമ്പോൾ വേണുവും രേവതിയും പറയാണ്, ഇനിയൊന്നും വേണ്ട, നമ്മൾ അവിടെ എന്തെങ്കിലും ചെയ്താൽ അത് നമുക്ക് തന്നെയാണ് നഷ്ടം ഉണ്ടാക്കുന്നത്. പുറമേ പരിക്കില്ലാത്ത രീതിയിൽ അവർ നല്ലതുപോലെ ഞങ്ങളെ പെരുമാറിയിട്ടുണ്ട്. ശേഷം അനി നന്ദുവിനെ കാണാൻ പറ്റുമെന്ന് അറിയാൻ നന്ദുവിനെ കോൾ ചെയ്യാണ്. നന്ദു അനിയോട് പറയാണ്, നീ ഇപ്പോൾ നിൻ്റെ അമ്മായച്ചനെയും അമ്മായമ്മനെയും പോയി കാണും. പിന്നെ നിൻ്റെ ഭാര്യയും വീട്ടുകാരും കേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അറിയിക്കേ. ഒരു മുൻകരുതൽ എടുക്കാൻ വേണ്ടിയാണെന്ന് പറയാണ്. പിന്നീട് അനിയും നയനയും നന്ദുവിനെ കുറിച്ച് സംസാരിക്കുകയും അത് കണ്ടുകൊണ്ട് വരുന്ന ജലജ നന്ദുവിൻ്റെ പേരും പറഞ്ഞ് അനിയോട് വഴക്കുണ്ടാക്കുകയും ആണ്. ശേഷം നയനയും നവ്യയും കൂടി സംസാരിക്കുകയും നയനയ്ക്ക് ഒരു മാഗസീനിൽ കണ്ട ഒരു മാല ഇഷ്ടമാവുകയും ആണ്. ആ കാര്യം നവ്യയോട് പറയുന്നുണ്ട് നയന. ഇത് മറഞ്ഞു നിന്ന് കാണുന്ന ദേവയാനി ആരും അറിയാതെ നയനയ്ക്ക് അവാർഡ് കൊടുക്കാമെന്നും നയനയ്ക്ക് ഇഷ്ടപ്പെട്ട മാല ഗിഫ്റ്റായി കൊടുക്കണമെന്നും തീരുമാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, കൂടി സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്